നമസ്കാരം. പറയാം നേടാം പണം നേടാം, ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോ ഇന്ന് 300ന്റെ നിറവിലാണ്. അതും ഒറിജിനൽ 300ന്റെ നിറവിൽ. ഒറിജിനൽ 300 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, എന്താണ് ഈ ഒറിജിനൽ 300? മറ്റ് അനുകരണങ്ങളൊന്നുമില്ലാതെ വെട്ടിത്തുറന്ന് പറയുന്ന പറയാം നേടാം പണം നേടാം, അതല്ലേ സത്യം. ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ഈ 300 എപ്പിസോഡുകളും നിങ്ങൾ സ്വീകരിച്ചതിന്, നിങ്ങൾ ആസ്വദിച്ചതിന് അമൃതയുടെ പേരിലും പറയാം നേടാം പണം നേടാം എന്ന ഈ ഷോയുടെ പേരിലും ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ വളരെ ക്ലാസി ആയിരിക്കും. ദാറ്റ് മീൻസ് സൂപ്പർ ഫെന്റാസ്റ്റിക് ഫെന്റാബുലസ് എന്നൊക്കെ പറയാം. വളരെ ക്ലാസി ആയിട്ടുള്ള എപ്പിസോഡ്സ് ആയിരിക്കും. ഇന്ന് നമ്മളുടെ അതിഥിയെ ക്ഷണിക്കുന്നതിന് മുമ്പ് വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു 300ന്റെ നിറവിൽ ഒരു ഒറിജിനൽ പെർഫോമൻസ് ഇതാ നിങ്ങൾക്കായി.
ഇന്നത്തെ അതിഥി എനിക്കേറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അതുല്യ നടനാണ്, മാത്രവുമല്ല ഒരു മികച്ച ഗായകനാണ്. അദ്ദേഹം ഒരുപാട് ക്യാരക്ടേഴ്സ് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അനശ്വരങ്ങളാക്കിയ ഒരു വലിയ പ്രതിഭയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഒരു അതുല്യ പ്രതിഭ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എല്ലാം തന്നെ നമുക്കെല്ലാം മറക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു അതുല്യ പ്രതിഭ കൂടാണ്. അദ്ദേഹം പാട്ടുകാരനാണ്, അഭിനേതാവാണ്, അതിലുപരി അനുകരണങ്ങളില്ലാത്ത ഒരു അതുല്യ പ്രതിഭയാണ്. സ്നേഹപൂർവ്വം ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മനോജ് കെ ജയൻ. നമസ്തേ ചേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷത്തിലാണ് ഞാൻ. അല്ല, ഈ 300ന്റെ നിറവിലാണ്, 300ാമത്തെ ഒറിജിനൽ എപ്പിസോഡാണിത്. 300-ആയിട്ടാണ് ഞാൻ വന്നത്. 300-ആണ്. 500-ഉണ്ട്, അത് വരുന്നുണ്ട്. അതെ, പക്ഷേ 300-ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ കുറെ കാലമായിട്ട് കാണുന്ന കേട്ടോ ചേട്ടൻ്റെ പറയാൻ നേടാം. പക്ഷെ എന്നെ വിളിച്ചിരുന്നു കേട്ടോ, 2 പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ വിളിക്കുമ്പോ എവിടെയാണ്? ഇംഗ്ലണ്ടില്, ചിലപ്പോ വിളിക്കുമ്പോ ദുബായില്, പിന്നെ സിനിമ അങ്ങനെയൊക്കെ. പക്ഷെ ഇത് ഇങ്ങനെ വന്ന് 300-ാമത്തെ എപ്പിസോഡ് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ദിവസത്തിൽ, ഏറ്റവും സന്തോഷകരമായ ദിവസത്തിൽ നിന്നൂടെ വരാൻ പറ്റും. ഒരുപാട് പേര് വന്നിട്ടോ. പിന്നെ ഞാൻ കാണുന്നുണ്ട് മിക്കവാറും. പിന്നെ ഇങ്ങനെ ചാനൽ മാറ്റി ചേട്ടനെ കണ്ട എന്നാ പിന്നെ ഇത് കണ്ടിട്ട് തന്നെ ബാക്കി ആ എപ്പിസോഡ്, ചേട്ടൻ ഏത് എപ്പിസോഡ് ഉണ്ടോ അത് മുഴുവൻ കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചോദ്യങ്ങൾ ഇത്തിരി ഒരു വെട്ടിത്തുറന്ന ചോദ്യങ്ങളാണ്. ആണല്ലേ? കുഴപ്പമുണ്ട്. വെട്ടിത്തുറന്ന് പറയാലോ. വെട്ടിത്തുറന്ന് പറയാം. ഓക്കെ. അങ്ങോട്ട് ഫെയർ ചെയ്യുമ്പോൾ ഇങ്ങോട്ടും ഫെയർ ചെയ്യാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടം. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുകരണങ്ങളില്ലാത്ത അല്ലേ ഒരു അതുല്യ പ്രതിഭ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരെയും ഒന്നും അനുകരിക്കാത്ത രീതിയിൽ തനതായ ഒരു ഷോയാണ് പറയാം നേടാം പണം നേടാം. ഒരുപാട് സന്തോഷം. വളരെ ഏറ്റവും നല്ല ദിവസത്തിൽ 300-ാം എപ്പിസോഡിന്റെ സന്തോഷ ദിവസത്തിൽ 300-ാം ദിവസം 300-ാനായിട്ട് 500-ാനായിട്ടും വരും, വന്നിരിക്കും. മനോജേ, പുതിയ പടം ചേട്ടാ, ഞാൻ ഇപ്പൊ കോട്ടയത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ ജയരാജന്റെ പടത്തിൽ ഒത്തിരി കാലമായി ജയരാജന്റെ പടം ചെയ്തിട്ട്. 2000-ൽ ഭീബൽസ എന്നൊരു ഹിന്ദി ഫിലിം ചെയ്തിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പായി. കണ്ണകി എന്നൊരു പടം ചെയ്തു, ഒത്തിരി വർഷമായി. അപ്പൊ അതിനുശേഷം ഈ മെഹഫിൽ എന്ന പടത്തിന്റെ പേര്, അതിൽ നമ്മുടെ മുകേഷ് ചേട്ടൻ, ആശാ ശരത്ത്, ഉണ്ണിമൂന്നൻ, കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അതിലൊരു നല്ല വേഷമാണ്, അതിപ്പോ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ചേട്ടനെ കാണാൻ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവർ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് എല്ലാം കണ്ടായിരുന്നു, പുതിയ പടം. ഞാൻ ഏതോ ഒരു വേദിയിൽ പറഞ്ഞെന്ന് തോന്നുന്നു, കാരണം മലയാളത്തിലെ കമലഹാസനാണെന്ന്. കാരണം വേറൊന്നുമല്ല, ഇല്ല അങ്ങനല്ല, കമലഹാസൻ വേറെ. അതൊരു ഉദാഹരണമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കമലഹാസനെ പോലെ അല്ല, മലയാളത്തിലെ കമലഹാസൻ. അയ്യോ, വേറൊന്നുമല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളാണ് ഇല്ലേ? ഏത് സിനിമയാണെങ്കിലും, ഇപ്പൊ അനന്തഭദ്രമാണെങ്കിലും സർഗമാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ആ സിനിമയിൽ വന്ന കാലം ചേട്ടാ, എനിക്ക് അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്. അല്ല, എനിക്ക് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർഡമോ കാര്യങ്ങളോ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളോ എൻ്റെ കൂടെ കുറെ ആൾക്കാർ ഒത്തുകൂട്ടാനോ ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടാ അന്നത്തെ കാര്യങ്ങൾ, ആ പടങ്ങളൊന്നും ആലോചിച്ചത്. സർഗം കഴിഞ്ഞ് ഞാൻ ചെയ്തത് വളയമാണ്. വളയത്തിൽ ലോറി ഡ്രൈവറാണ്. ചമയത്തിന് ഞാൻ കടപ്പുറത്തോട് തല്ലി അന്തികടപ്പുറമാണ്. അല്ലെങ്കിൽ മറ്റേ പാളയം വന്നപ്പോൾ ലോറി ഡ്രൈവറാണ്. ഗസലിലൊരു കാളവണ്ടിക്കാരനാണ്. സ്നേഹസാഗരത്തിന് ഞാൻ റൊമാൻറ്റിക് ഹീറോയാണ്. പീലിക്കണ്ണെഴുതി എന്നുള്ള പാട്ടൊക്കെ. അപ്പൊ അങ്ങനെ വെങ്കലത്തിന് ഞാൻ മൂശാരിയാണ്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഞാനത് തുടരുകയാണ്. അതാ ഇപ്പോഴും ജയരാജന്റെ പടത്തിൽ ഇങ്ങനെ ഒരു ഡോക്ടറായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. അല്ല, അതാ നല്ലത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ പിൽക്കാലത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇത്രയും വേഷങ്ങൾ ചെയ്തു, ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഒരേ വേഷമല്ല. ഒരിക്കലും അങ്ങനെ ആവരുതേ എന്നുള്ള പ്രാർത്ഥന. അങ്ങനെ വരുന്ന എടുക്കാറില്ല കേട്ടോ. ഞാൻ അതിനുവേണ്ടി സിനിമയിൽ ഒരുപാട് ഗ്യാപ്സ് എനിക്ക് വന്നു. ചില നടന്മാരുടെ ശാപമാണ്. കാരണം അവരൊരെണ്ണം
അഭിനയിച്ച് അത് ഓക്കെ ആയാലും ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടത്തിന് അത് തന്നെ ആയിരിക്കും. അതെ അതെ. ചില ആൾക്കാർ പറയുന്നുണ്ട് ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് സജീവമാകണം, അങ്ങനെ എപ്പോഴും ചേട്ടൻ നിറഞ്ഞു നീക്കണം. അപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞ പല റിപ്പീറ്റഡ് ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് ഞാൻ ഒഴിവാക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയ ഗ്യാപ്സ് വരാറുണ്ട് സിനിമയിൽ. പക്ഷെ അതെനിക്ക് സന്തോഷമാണ്, നല്ലതിന് വേണ്ടിയല്ലേ എന്ന് കരുതിട്ട് ഞാൻ അങ്ങനെ സന്തോഷമായിട്ടിരിക്കും. മനോജേ, നമ്മൾ തുടങ്ങുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ കേറി പാടാ മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം, അങ്ങനെ കുറേ സെഗ്മെന്റ്സ് ഉണ്ട്. ഇന്ന് അങ്ങനൊന്നുമില്ല. മനോജ് അഭിനയിച്ച 10 ചിത്രങ്ങൾ, അതിൽ നിന്ന് 10 ചോദ്യം. ഓക്കെ, ശരി. സർഗം, അനന്തഭദ്രം, ചമയം, വെങ്കലം, മല്ലു സിംഗ്, സല്ലാപം, അർദ്ധനാരി, രാജമാണിക്യം, പെരുന്തച്ചൻ, പഴശ്ശിരാജ. ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ, അത്ര സന്തോഷം. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തുമാത്രം ഓർമ്മകളാണല്ലേ. ഒരുപാടുണ്ട് ചേട്ടാ, ഒരുപാടുണ്ട്. അപ്പൊ ഇന്ന് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. സർഗം എന്ന സിനിമയിൽ ഒരു വീഡിയോ കാണാം. മനോഹരമായ ഗാനം, അസാധ്യ ഗാനം. എന്നാൽ ചോദ്യം, മികച്ച സംവിധായകൻ, മികച്ച രണ്ടാമത്തെ നടൻ, ഇവ കൂടാതെ സർഗം സിനിമയ്ക്ക് 3ാമതായി ലഭിച്ച സംസ്ഥാന അവാർഡ് ഏതിനാണ്, ആർക്കാണ്? പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ പാട്ടെന്ന് പറയുമ്പോൾ ഇതിൽ പാടിയ ചിത്രക്കായിരിക്കോ കിട്ടേണ്ടിയിരുന്നത്, യൂസഫലിക്ക് വെച്ചിരിക്കുകയാണോ കിട്ടേണ്ടത്, ബോംബെ രവിക്കാണോ കിട്ടേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അത്ര മനോഹരമായ പാട്ടാണ്. ആ ഒരു കൺഫ്യൂഷൻ എനിക്കിപ്പോൾ കിടന്ന് കളിക്കുന്നത്. ഞാൻ ഈ മഹാറാണിയിൽ നിന്ന് ആദ്യമായിട്ട് സർഗത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോവാം. എൻ്റെ വർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ വണ്ടി വന്നു. കോഴിക്കോട് ഏലത്തൂർ എന്ന് പറഞ്ഞൊരു വീട്ടിലാണ് ഷൂട്ട്. അപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോകാനായിട്ടൊരു വണ്ടി വന്നു. പ്രൊഡക്ഷൻ മാനേജർ ഫ്രണ്ട് ഇരിപ്പുണ്ട്. എനിക്കൊരു പിടിയില്ല. ഹരിഹരൻ സാറിന് പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു. ഈ ഒരു ക്യാരക്ടറാണെങ്കിൽ ഭയങ്കര വെറൈറ്റി, ഭയങ്കര പെക്യൂലിയർ, ഭയങ്കര ടഫായിട്ടുള്ള ക്യാരക്ടർ. ഒരു പുതിയ നടന് വലിയ പ്രയാസമാണ്. ഈ ടെൻഷനൊക്കെ കിടന്ന് മനസ്സിൽ കളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഏതെങ്കിലും പാട്ടിടുക ചേട്ടാ, ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടി. മനോജ്, നമ്മുടെ സർഗത്തിലെ പാട്ടെല്ലാം വന്നിട്ടുണ്ട്, സാറ് കാസറ്റ് തന്നിട്ടുണ്ട്, അത് ഇടട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് കേൾക്കാമല്ലോ. ഇങ്ങനെ വണ്ടി പോകുന്നു. ആദ്യം ഈ പാട്ടാണ് കേൾക്കുന്നത്. ഈ കണ്ണാടി ആദ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പാട്ടൊക്കെ ഇതിൽ ഉഗ്രനാണല്ലോ ചേട്ടാ, ഉഗ്രം പാട്ടാണല്ലോ. ഇതൊന്നും അല്ല, ഇനി സംഗീത മാമരസ് എല്ലാം വേറൊരു പാട്ടുണ്ട്, അതൊക്കെ അതിങ്ങോട്ട് കിട്ടിയിട്ടില്ല. കണ്ണാടി ആദ്യമായി കേട്ടോളാൻ പറഞ്ഞു. കേട്ടു, അന്ന് കേട്ടതാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം. ലൊക്കേഷനിലേക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ പോയി ഇറങ്ങുന്നത്. ഇതിൻ്റെ ഉത്തരം, ചിത്ര ചേച്ചിയുടെ അവാർഡുകളൊക്കെ എനിക്ക് ഏകദേശം അറിയാം ഏതൊക്കെ കിട്ടിയെന്നുള്ളത്. യൂസഫ് അലി സാറിനല്ല, ഇത് ബോംബെ രവി സാറിൻ്റെ അവാർഡാന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡാന്ന് തോന്നുന്നു. അപ്പോ മികച്ച സംഗീത സംവിധായകൻ അല്ലേ, അതാണ് ഓർമ്മ. ബോംബെ രവി. അപ്പൊ ബോംബെ രവിയെ ഞാൻ എടുത്തിട്ട് പൂട്ടി. ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്, പേടിക്കണ്ട. പൂട്ടി വെച്ചിരിക്കുക, തുറക്കാം. സർഗം എന്ന സിനിമയെ കുറിച്ച് എന്താണ് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് പറയാനുള്ളത്? ചേട്ടാ, അതൊരു അതിനു മുമ്പ് ഞാൻ ഹരൻ സാറിനെ ആദ്യമായിട്ട് പോയി കണ്ട ഒരു കഥ പറയണം. അത് ചിലപ്പം പലർക്കും അറിയില്ല. എനിക്ക് വന്ന് 86-85 സമയത്ത് അച്ഛനും കൊച്ചച്ഛനും മദ്രാസിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴി ഹരിഹരൻ സാറ് ഇവരുടെ ക്യാബിനിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അഭിനയം ഭ്രാന്തൊക്കെ മൂത്ത് നടക്കുന്ന സമയമാണ്. ഇവരും 1-2 സ്ഥലത്തൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ എപ്പോഴും എൻ്റെ ഒരു ഫോട്ടോ കാണും, ഇങ്ങനെ ആരെങ്കിലും കാണിക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ ഹരിഹരൻ സാർ ഇവരുമായിട്ട് വലിയ അടുപ്പമുള്ളതാണ്. കാരണം സാർ ആദ്യം ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരു പടത്തിൽ അച്ഛനായിരുന്നു മ്യൂസിക്. അതാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി. ഓ എന്റെ അമ്മേ, ഭജഗോവിന്ദം. ഒരു പ്ലീസ്, അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 1 ഇഞ്ച് ചോദിക്കാനോ മുമ്പോട്ട് പോകാനോ പറ്റില്ല. അതായത് ഹരിഹരൻ സാർ ആദ്യമായിട്ട് സംവിധാനം ചേരുന്ന പടമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഭജഗോവിന്ദം എന്നായിരുന്നു ആ പടത്തിന്റെ പേര്. അച്ഛനും കൊച്ചിനായിരുന്നു മ്യൂസിക്. ആ പാട്ട് പിൽക്കാലത്ത് ലളിതഗാനത്തിന്റെ ലേബലിലേക്ക് മാറി. കറക്റ്റ്. ഒരു ചലച്ചിത്ര ഗാനം ആയിട്ടാണ് പിറവിയെടുത്തത്, പക്ഷേ ലളിതഗാനമായിട്ട് മാറി.
ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി നീ എന്ന പാട്ട് ബിച്ചു തിരുമല ബിച്ചുവേട്ടന്റെ ആദ്യ സോങ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാട്ട്. ഇതാണ് അതിന്റെ ചരിത്രം. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി നീ പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരസുധയിലെ ശ്രുതിലയമായി ഞാൻ നിന്നിലലിഞ്ഞു പോയി. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി നീ. ചേട്ടാ, ചേട്ടന്റെ ഓർമ്മ ഭയങ്കരമാണ്. ചേട്ടൻ കോളേജ് ടൈമിൽ പാടിക്കാണുമല്ലോ. എൻ്റെ മനസ്സിൽ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകളുണ്ട്. അതിലൊന്നാണിത്. ഓ ഗ്രേറ്റ്. കാരണം ഇത് സിനിമയിൽ വന്നിട്ടില്ല, ഇത് നമുക്ക് യൂട്യൂബിൽ പോയാൽ കിട്ടില്ല, കിട്ടില്ല, എങ്ങും കിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങ് കിടക്കുക. അച്ഛനത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അയ്യോ ഗുരുവേ, ഗുരുവേ നമസ്കാരം. ഇതിൽ കൂടുതലൊരു പാട്ട് വേണ്ട, ഇത് മതി. അങ്ങനെ ഹരിഹരൻ സാറിനെ ഈ ക്യാബിനിൽ വെച്ച് അച്ഛൻ കാണുന്നു. മകൻ ഇങ്ങനെ ഒരാളുണ്ട്, മനോജ് കെ ജി എന്ന പേര്, ഇതാ ഈ ഫോട്ടോ ഒന്ന് കണ്ടു കൊടുക്കും, ഏതെങ്കിലും വേഷങ്ങൾ വരുവാണെങ്കിൽ ഇദ്ദേഹത്തിനെ കൂടെ ഒന്ന് മനസ്സിൽ വെക്കണമെന്ന് കൊടുത്തു. സാർ ആ ഫോട്ടോയും കൊണ്ടുപോയി. അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ടെലിഗ്രാം വന്നു. അന്ന് ടെലിഗ്രാമാണ്. ടെലിഗ്രാം വന്ന് ഇങ്ങനെ മനോജ് കെ ജയൻ നിങ്ങൾ അടുത്ത ദിവസം തന്നെ മദ്രാസിലേക്ക് എത്തണം, എൻ്റെ പുതിയ ഒരു ചിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്, ടെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് കിട്ടിയ പൈസയും കൊണ്ട് നേരെ മദ്രാസിൽ പോയി പഴയ സ്വാമീസ് ലോഡ്ജ് അവിടെ പോയി താമസിച്ചു. അവിടെ പോയി താമസിച്ച് നേരെ AVM C തിയേറ്ററിൽ റെക്കോർഡിംഗ് നടക്കുക. ഏത് സിനിമയെന്ന് ഇനി പറയാം, ആരണ്യകം. ആരണ്യകത്തിൽ വിനീതിന്റെ ക്യാരക്ടറിന് വേണ്ടി പലരെയും ശ്രമിക്കുന്ന സമയമാണ്. അപ്പോൾ സാറ് ഇങ്ങനെ ഒരു പുതുമുഖം എന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നു. അൻസാരി എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എൻ്റെ കുറേ പടങ്ങളൊക്കെ എടുത്തു. സാറ് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കുറച്ച് പടങ്ങൾ സ്റ്റില്ലൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റില്ലൊക്കെ എടുത്തു. സാറ് പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് 2-3 പടമൊക്കെ ഉണ്ട്. അന്ന് ഖയാമത്തൊക്കെ കൂടുന്ന സമയം, ആ സമയം അതൊക്കെ പോയി കണ്ട് നേരെ തിരിച്ച് കോട്ടയത്തെത്തി. പക്ഷേ എനിക്ക് അതിൽ ചാൻസ് കിട്ടിയില്ല. കിട്ടിയില്ല, വലിയ വിഷമായി പോയി. കാരണം അച്ഛനൊക്കെ പറഞ്ഞിട്ടും അവിടെ ചെന്നു. മദ്രാസിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല, അത്രയും കഷ്ടപ്പെട്ടാണ്, കിട്ടിയില്ല. അപ്പൊ ഹരിഹരൻ സാറിന്റെ പടം വീണ്ടും ഒരു വലിയ മരീചികയായിട്ട് മാറി. എന്നാണ് ഇത് 86-ലോ മറ്റാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സീരിയലൊക്കെ കുമിളകൾ, വൈതരണി ഇങ്ങനെയുള്ള സീരിയലൊക്കെ ചെയ്ത് കുമിളകൾ സീരിയൽ വന്ന് ഈ സിനിമയിലേക്കുള്ള എൻട്രി ആയി. പെരുന്തച്ഛൻ കിട്ടി. പെരുന്തച്ഛനിലേക്കുള്ള എൻട്രി കഴിഞ്ഞപ്പോൾ പെരുന്തച്ഛൻ റിലീസായി കഴിഞ്ഞപ്പോൾ പെരുന്തച്ഛൻ ഹരിഹരൻ സാർ കോഴിക്കോട് ഏതോ ഒരു കോർണേഷൻ തിയേറ്ററിൽ എവിടെയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ ഈ ക്യാരക്ടർ നോട്ടീസ് ചെയ്തു. അപ്പൊ സാറ് ചിലപ്പോൾ മറന്നു പോയിക്കാണ് ഇയാളാണ്. കാരണം അതിനകത്ത് മുട്ടത്തിലേക്കില്ലേ. ഇയാളെ വെച്ച് എൻ്റെ എക്കാലത്തെയും മികച്ച സിനിമ, അല്ലെങ്കിൽ സാറിന്റെ മനസ്സിലുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള കഥ, സർഗത്തിന്റെ കഥ ഉണ്ട്. പക്ഷെ ഈ കുട്ടൻ തമ്പുരാനെ കറക്റ്റ് ഒരാളെ കിട്ടാത്തതുകൊണ്ട് സാറ് പടം ചെയ്യാറുന്നതാണ്. അപ്പോഴാണ് ഈ പെരുന്തച്ഛനിൽ എൻ്റെ ഈ വേഷം കണ്ടപ്പോൾ ഇയാളെ വെച്ച് ഇത് ചെയ്താലോ എന്ന് ആലോചിക്കുകയും എന്നെ തപ്പിപ്പിടിച്ച് മദ്രാസിൽ ഞാൻ വീണ്ടും വരാൻ പറഞ്ഞ് ഞാൻ അതിൽ കരാറ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്താ, ആരണ്യത്തിലെ ആ വിഷമം മുഴുവൻ പെരുന്തച്ഛൻ കണ്ടതിന് ശേഷം സാർ എന്നെ വിളിച്ച് വീട്ടിൽ വരുത്തി എനിക്ക് സർഗത്തിലൂടെ സ്വർഗം തന്നു. അതാണ് എന്റെ ചെറിയ ചരിത്രം. അപ്പോ ഉത്തരം നൽകിയിരിക്കുന്നത് മികച്ച സംഗീത സംവിധായകൻ. അതെ, ബോംബെ രവി. ബോംബെ രവി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. മനോജ്, ഇന്ന് നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും നാളെ രാത്രി 8 മണിക്ക് പാപ്പോ. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. അതാണ് മേക്കപ്പിനൊക്കെ ഉള്ളൊരു പ്രാധാന്യം. കാരണം ഈ സാധനം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിലേക്ക് കയറി നേരെ ചെല്ലുന്ന ഫസ്റ്റ് ഷോട്ട് എന്നറിയോ, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇതാണ് ആദ്യം എടുക്കുന്ന എന്റെ ഷോട്ട്. മേടിക്കുമ്പോൾ ഉടമ, മേടിച്ചു കഴിഞ്ഞാൽ അടിമ. കള്ളാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. മേടിച്ചടിക്കുമ്പോ ഒരു ഉടമയെ പോലെ ചെയ്യും. അടിച്ചു കഴിഞ്ഞാൽ അടിമ.
ക്ലാസിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സംഗീതം പഠിക്കാത്തതുകൊണ്ട് ഇതുകൂടെ പാടിയല്ലേ ഒരു ഐശ്വര്യമുള്ളൂ. നിസ നിസ ധനി ധനി മത മത ഗമ ഗമ രിഗ രിഗ സരി സരി നിസ 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 രി സ സ സ നീ ധനി സ ഗ മ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.